ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ 2020 ഫുട്ബോൾ വന്നതിന് ശേഷം ഒറ്റ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെയൊക്കെ ചെയ്യാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ ചെറിയൊരു പ്രശ്നം പറ്റി. അപ്പോൾ എന്തായാലും റാങ്ക് പുഷ് വെച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ ലോങ് ബോൾ ടാക്ടിക്സ് വെച്ചാണ് ഇപ്രാവശ്യം കളിക്കാൻ പോകുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കളിപ്പിച്ചപ്പോൾ അത്യാവശ്യം റിസൾട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫേസ് റിവാർഡ് അടിപൊളിയാണ്. ജെയിംസ് മാഡിസൺ ഫസ്റ്റ് ഓപ്പൺ വന്നിട്ടുണ്ട്. അത് ഫുള്ള് 105 റേറ്റിംഗ് പോകുന്ന ഫ്രീ കാർഡ്. ഓപ്പോണൻസ് കൊടുത്താണ് കേട്ടോ നോക്കുമ്പോൾ. ഒബാമയങ്ങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ടച്ചിറക്കിണ്ട്. ഒബാമയങ്ങ് കിടിലാട്ടോ. ഞാൻ കളിപ്പിച്ചപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ക്രോബറ്റിക് ഇപ്പോൾ വോളി മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാണ്. പുള്ളി എയറിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഒക്കെ സ്പീഡുണ്ടല്ലോ, എല്ലാം ഉണ്ട്. കളിപ്പിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് ഫ്രീ കാർഡ് കിട്ടുന്നുണ്ട്, അതും കളിപ്പിച്ചു ഗൈസ്. ഓക്കെ ഒബാമയാങ് ഓക്കെ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനിടയ്ക്ക് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടാ. വലിയ പിടി ഇപ്പം മാച്ചപ്പ് കുറച്ച് നെർഫ്ഡാണ് ഗൈസ്. മാച്ചപ്പ് മാത്രം പിടിച്ചാൽ നടക്കൂല. വസീന നൈസ് സേവ്. ഫിഗോ, ഒബാമയാങ്ങിൻ്റെ ത്രൂ ടു റൊണാൾഡോ, മെസ്സി, ഷൻസ്റ്റേഗർ, ഫിഗോ, ഒബാമയാങ് സ്പേസ്, മാർസൽ ടേൺ, മാർസൽ ടേൺ കേൾ. സിമ്പിൾ ഫിനിഷ്. ഒബാമയങ്ങ് വെച്ച് കളിപ്പിക്കാൻ രസം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ട് കുറച്ച് ബെറ്റർ ആണ് എനിക്ക് തോന്നി. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്ന് പറയാം. ഫ്രീ കാർഡ് കിട്ടിയാൽ യൂസ് ചെയ്തൊക്കെ ഗൈസ്. ലോ സ്ക്രീമിലൊക്കെ വെച്ചിരുന്ന കാർഡുണ്ട്. ഫിഗോ എടുക്ക് ആരെങ്കിലും റൈറ്റ് കാർഡ്. മാച്ചപ്പ് പിടിച്ചെന്നതാ പ്രശ്നം. ഇപ്പോൾ പഴയ പോലെ അല്ലേ, മാച്ചപ്പ് പിടിച്ച് എങ്ങോട്ടോ പോകും പ്ലേയേഴ്സൊക്കെ. എടുക്ക് നൈസ്. മെസ്സി, റൊണാൾഡോ. ഓക്കെ ക്രോസിലുള്ള ചാൻസ് ഞാൻ സാധനം കാണിച്ചു കേട്ടോ. ഒബാമയങ്ങ് ഭയങ്കര കൺവേർഷൻ റേറ്റാണ്. അടി ഒബാമയാങ്. ഇതാ പറഞ്ഞേ കിട്ടില്ല ഗോള്. ഇതാ ഇപ്പോൾ ഗൈസ് റൊണാൾഡോക്കാട്ടിലൊക്കെ എനിക്കിപ്പം ഒബാമയങ് ഗോളി അടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കൺവേർഷൻ ഉണ്ട്. ഹാലൻഡ് പോകുമ്പോൾ തന്നെയാണ്. ഒബാമയങ് വേറെ ലെവലാക്കിയിട്ടിപ്പോൾ. ബെല്ലിംഗാം. ഈ മാച്ചപ്പ് ഇപ്പോൾ വേണ്ടെന്ന് നോക്കി റെഡിയാണ് കേട്ടത്. മാറ്റിയെടുക്കണമെങ്കിൽ അധികം യെസ് പ്രഷർ ചെയ്യണം, അതാണിപ്പോൾ വേണ്ടത്. ഫിഗോ, ഒബാമയാങ്, മറ്റു ഫിഗോ. അണ്ണനെ കൊണ്ട് പൈസ ഘടിപ്പിക്കുക. അണ്ണൻ ചത്തുക്ക്. അണ്ണൻ പുറത്തൊക്കെ പോയത്. ഇൻസായി നടക്കും നമുക്ക്. അഗ്വേറോ ഇറങ്ങട്ടെ, ഡിസ്കൗണ്ട് അടിക്കണ്ടോ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് 3-0 ജയിച്ചിട്ടുണ്ട് നമ്മൾ. 1933. കുറവാണല്ലോ കുറച്ച്. സെക്കൻഡ് ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ മോനെ വേണ്ടേക്ക് എന്തെന്നാടാ ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. വേണ്ടേക്ക് എന്താ മേടിച്ച് ഇറക്കിണ്ട് നമ്മൾ, കുഴപ്പമില്ല. മത്തയൂസ്, ഫിഗോ ടു ഹാവ് എ സെനറ്റി ടു ഫിഗോ കുറച്ച് സ്പേസ് കുറവുള്ളതാണ്. ഫീഡിനാണ് ഉണ്ട് ഇവിടെ അടുത്ത്. മറ്റേ ഫ്രീയാ. മെസ്സി ഓക്കെ സെനറ്റി എടുത്തിട്ടുണ്ട് ബോള്. പാറ്റോ, റൊണാൾഡോ എടുക്ക്. റൊണാൾഡോ കിട്ടി. റൊണാൾഡോ സാധാ ഔട്ട് സൈക്കിളിൽ ചെയ്യും. ഫിഗോ ടു റൊണാൾഡോ. ഓക്കെ നൈസ്. ഫിഗോ ഇതാണോ ഓഫ് സൈഡാണോ? ആണ് തോന്നി, സംശയം ഉണ്ടായി എനിക്ക്. കുഴപ്പമില്ല, നൈസായിരുന്നു എന്തായാലും. അണ്ണനൊക്കെ പവർ ഇച്ചിരി കൂട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെ പ്രശ്നമായിട്ട് തോന്നുന്നു. എനിക്ക് ഫസീനൊക്കെ പവർ കൂട്ടിയാണൊക്കെ തോന്നുന്നുണ്ട്. ആൾക്കാർ പറയുന്നത് അങ്ങനെയല്ല, എല്ലാം നെർഫാണ്. എൻ്റെ അക്കൗണ്ടിൻ്റെ പ്രശ്നമാണ് ആർക്കറിയാം. എന്തെങ്കിലും ബഗ്ഗൊക്കെ ആണെങ്കിൽ ഒരു ഫിക്സ് ചെയ്യും. അതറിയോ, എൻ്റെ പാറ്റോ ബ്ലിസ് കളറൊക്കെ അടിച്ച് 2 പ്രാവശ്യം ബ്ലിസ് കളർ. ബഗ്ഗാണോ തേങ്ങയാണോ എന്നറിയില്ല. ഇപ്രാവശ്യം 2 പ്രാവശ്യം ബ്ലിസ് കളർ. ഫുൾ പവറിൽ അടിക്കുമ്പോൾ കുറങ്ങി കയറുന്നുണ്ട് പോയിട്ട്. ബ്ലിസ് കളർ പോലെ എൻ്റെ മോശന് ഇത് തേങ്ങയും കയറിയില്ല. ഓക്കെ റൊണാൾഡോ അടിച്ചോക്കെ. റൊണാൾഡോ നൈസ്. ഏതാ ഗോള്? നൈസ് അണ്ണ. അപ്പോൾ എന്തായാലും 2 ഉണ്ടായിട്ടുണ്ട്. നിർത്തി പോകണ്ട രസപ്പാവല്ലേ, സീനാക്കല്ലേ മച്ചു, പണങ്ങല്ലേ, നിർത്തി പോയല്ലോ. ഫൊസീനെ കയറ്റി. ഇവിടെ പാവുണ്ട്. എല്ലാവർക്കും ഫൊസീൻ എന്തോ പവർ കുറഞ്ഞുണ്ടല്ലേ. പക്ഷെ ഫൊസീൻ എനിക്ക് ഓക്കെ കേട്ടോ ഗൈസ്. എനിക്ക് എന്താ പറഞ്ഞൂടാ, ഷോർട്ട് ഫേസ് ചെയ്യുന്ന കുറവായിട്ടാണോ അറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിക്കുന്ന എന്ത് പുള്ളി. ഫിഗോ, പാറ്റോ, മച്ചു. ഗോളിൻ്റെ അല്ല പ്രശ്നം, ഡിഫൻസിൻ്റെ പ്രശ്നം കേട്ടോ. ഡിഫൻസാണ് മാറ്റേണ്ടി. ഫെർഡിനാൻഡ് ഓപ്പൺ അയ്യയ്യ ടാക്കിൾ ചെയ്താൽ മതിയായിരുന്നു. വെറുതെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തു. മത്തയോസ്, ബോണോച്ചി, സെനറ്റി, പാറ്റോ, ഫിഗോ. തുറാം എടുക്കേണ്ട പോലെ തുറാം.
ചെല്ല് പ്രസ് ചെയ്. ഓക്കെ ഫിഗോ. എടാ എന്തെന്നാ കേട് കൊടുത്തത്. ആനിമേഷൻ കണ്ട ഗൈസ്, കുറേ പുതിയ ആനിമേഷൻ കിട്ടില്ല സാധനങ്ങളുണ്ട് ഇതിനകത്ത്. സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വന്നിട്ടുണ്ട്. കാണിച്ചാൽ കുറച്ച് മെസ്സി ഫൗൾ. ആ ഓക്കെ പെട്ടെന്ന് എടുക്കുക. ലോസ്റ്റഡ് ബോൾ ടു പാറ്റോ. ഓ എടാ വോളൊക്കെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ഗെയിം പ്ലേയിൽ. ഓക്കെ പാറ്റോ ടു ലൂയിസ് ഫിഗോ. അണ്ണൻ ക്രോസിൽ എടുക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോ. അതെങ്ങനെയൊക്കെ സേവ് ചെയ്യുന്നേ. എടാ മിസ് പാസ് തുറാം. ക്ലിയർ ആയി. എടാ കളിപ്പിക്കല്ലേ. പിടി. ഓക്കെ ഓ നൈസ് ക്ലിയർ ആടാ ഒന്ന്. ക്ലിയർ ആയി. ഓ നെറ്റിൻ്റെ സീനാ കേസ്. ഓ നമുക്ക് എന്തെങ്കിലും അണ്ണൻ ക്ഷീണിച്ചിട്ടാ ഇങ്ങനത്തെ സാധനം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അണ്ണനെ മാറ്റിയിരിക്കാം എന്തായാലും. ഇൻസാഗി ഇറക്കിയിട്ടുണ്ട്. ഇൻസാഗിയും ബാറ്റിസ്റ്റൂട്ടായി. ഫിഗോ. ഓക്കെ ഇൻസാഗി അപ്പുറത്ത് ഓടുന്നുണ്ട്. ഇൻസാഗി കൊടുക്കുക. ഇൻസാഗി ഓ ഇറങ്ങി ഫസ്റ്റ് വെച്ച് ഗോള്. ഏതാ ബൊണോച്ചി റൈക്കാർഡ്. ഇപ്പോൾ മാനുവൽ അടിക്കാൻ പറ്റുള്ളൂ. സ്പാം ആവാൻ ചാൻസ് ഉണ്ട് ഈ സാധനം വോളിയൊക്കെ. ഓക്കെ ബാറ്റിംഗ് ചാൻസ് ഉണ്ട്. ബാറ്റിംഗ് കൂടെ അടിച്ചാൽ അടിപൊളി. പുറത്തായി. എന്നാൽ കുഴപ്പമില്ല. 4 ജയിച്ചു. 62 മാച്ചും കളിക്കാൻ തോന്നുന്നില്ലേ. 30 റേറ്റിംഗ് കയറുന്നുള്ളൂ. അടുത്ത ബാക്ക് അടിച്ചോന്നു എൻ്റെ പേര്. ഇനി അടിച്ചോ വേണമെങ്കിൽ. ഞാൻ അടിക്കില്ല മോനെ. ഇത് മറ്റേ സുനാപ്പി ഫോർമേഷൻ. മറ്റേ അറ്റാക്ക് ഡിഫൻസ് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കളിക്കും സാധനം. അങ്ങനത്തെ സാധനം അത് ഞാൻ കണ്ടിന്. ഞാൻ അറ്റാക്ക് ഡിഫൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ കൈസ്. പക്ഷേ ഒന്നും വേറെ മാറ്റമൊന്നുമില്ല. എൻ്റെ ഫോർമേഷൻ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് വലിയ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഇപ്പം റൈക്കാർഡ്, മെസ്സി, മത്തയൂസ്, ഫിഗോ. ഓക്കെ ഫിഗോ നൈസ്. ചാൻസ് ഉണ്ട്. ക്രോസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഫിഗോ ടേൺ എടുക്കുക. അണ്ണനെ കൊടുക്കടാ. ഓഫ് സൈഡ്. അണ്ണൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാറ്റോ കൊടുത്തു. എൻ്റെ അണ്ണൻ ബാറ്റോ തോന്നുന്നു. ഓക്കെ ഓഫ് സൈഡായി പോയി. റൈക്കാർഡ്, ഫിഗോ, പാറ്റോ ടു ഫിഗോ. പിന്നെ ചാൻസ് ഉണ്ട്. ഓക്കെ പാറ്റോ നല്ല ഓപ്പണാണ്. പാറ്റോ അടിച്ചോ. ഓക്കെ നൈസ് സിമ്പിൾ ഫിനിഷ്. എനിക്കെന്തായാലും നല്ല നല്ല അപ്ഗ്രേഡ്സ് ആണ് തോന്നിയത് CFൻ്റെ കാര്യത്തിൽ. ഓക്കെ തുറാം എടുത്തുണ്ട്. കുറേ നേരം മിസ് പാസ് കളിക്കുന്നേ. പാറ്റോ, ക്രിസ്ത്യാനോ റൊണാൾഡോ മിസ്. ഓ ഏത് പാസ് മോനെ. മിസ്സിനോട് ഗേൾ അടുപ്പിച്ച് നോക്കാം. ഇതെന്ത് ബാലൻസ് ഇല്ലാത്ത ഗേളായിപ്പോയി. കോർണർ അടിക്കാം. അവിടെ പോയി. ഓ ഇപ്പം അങ്ങനെ സിംഡിയ കൈസ്. ഞാൻ കോർണർ സാധാരണ ഹെഡ് കുത്തലാണ് പതിവ്. അത് ഹെഡ് കുത്തൽ വെച്ചാൽ ഫുള്ള് സ്റ്റെൻഡിങ് കൊടുക്കുക. അപ്പോൾ സ്റ്റെൻഡിങ് കൊടുക്കുമ്പോൾ വോളിയാണ് വരിക. അങ്ങനെ പ്രശ്നമുണ്ട്. പാറ്റോ ഡബിൾ ടച്ച് അടിച്ചോ. പാറ്റോ ഓടാ ബാറിനടിച്ച്. നല്ല അടിയാണ്. കിട്ടി. ഓക്കെ ഫസ്റ്റ് ഹാഫ് അതിനുണ്ട്. അപ്പോൾ ആനിമേഷൻ ഉണ്ട്. ഇങ്ങനെ അടിപൊളി നല്ല പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിലിങ് കാണുമ്പോൾ രസമുണ്ട് കാണും. ഇതാ സബ്സ്റ്റിറ്റ്യൂഷൻ. ഏതാ മോനെ സാധനം. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. എപ്പോഴും കാണിക്കില്ല. പക്ഷെ അതൊരു ഡ്രോബാക്ക് ആണ്. ഇപ്പം മൾട്ടിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് അതും കാണിക്കില്ല. അങ്ങനെ കുറച്ചും കൂടി അപ്ഗ്രേഡ് കൊണ്ടുപോകണമെന്നുണ്ട്. ഇതിനെ കിട്ടിയ ഭാഗ്യം. ഓക്കെ എണ്ണൻ ഓടുന്നുണ്ട്. കിട്ടൂല. ഇത്ര സ്പീഡില്ലാണ്ട് കുത്ത് വേൻ്റെയൊക്കെ കൊള്ളറൊക്കെ ഉള്ളത്. ഇൻസാഗി ആയി കിട്ടില്ല. ഓക്കെ ബോൾ പുറത്തുപോയി. സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്ടാ. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തുമ്പോൾ ആനിമേഷൻ കാണിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ കാണിക്കുള്ളൂ തോന്നുമ്പോൾ. എന്താ എനിക്കറിയില്ല. റൈക്കാർഡ്, ഇൻസാഗി ടു മെസ്സി. എടാ ഓഫ് സൈഡാ. എടാ അത് ലെക്കിൽ കിട്ടിയ സാധനം കേട്ടോ. അത് ഫിഗോക്ക് പോയി കോസ് അത് അടിച്ചിടുകയും ചെയ്ത്. വോളി നല്ല അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഓക്കെ ബാക്കടിച്ച എൻ്റെ പേര് തന്നെ. എടാ നെറ്റ് ഒരു ചേറ്റകളെ. ഇതാണെനിക്ക് പ്രശ്നം. ഗോളടിച്ച് ജയിച്ച് വെക്കുമ്പോഴേക്ക് ഇങ്ങനെ പോവുക പണ്ടര. പിടി നൈസ്. ഗുഡ് പാസ്. അടിപൊളി. കൊനാമി പിടിടാ. എങ്ങനെയൊക്കെയോ കിട്ടണം കേട്ടോ. ഓക്കെ വന്ന് നെറ്റ് ഒന്ന് എന്തോ തോന്നിച്ചായിട്ട് ചെയ്യുന്നേ. തോന്നിയാസം ചെയ്യാം. സലീബ. ഗോൾ കിട്ടി. പിന്നെയും പോയി. പുള്ളി എക്സിറ്റ് അടിച്ച് പോയിട്ടോ. 3-0 ബാക്കടിച്ച്. അപ്പോൾ അടുത്ത കളി ജയിച്ചു. 494 ആയിട്ടുണ്ട്. അടുത്ത മാച്ച് നോക്കി. ഇനി ലാസ്റ്റ് മാച്ച് ഇന്നത്തെ. ഇതാണ് അപ്പോൾ സ്കോഡ്.
ഒന്ന് കളിച്ച് നോക്കാം. പിന്നെ ഒബാമയങ് ഇറങ്ങിയിട്ടുണ്ട്. ഒബാമയങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. പ്രാവശ്യം അടിപൊളിയാണ് കുറച്ചുകൂടെ. മുന്നേ കഴിഞ്ഞ വർഷം അടിപൊളി തന്നെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ എന്തോ ഡെഡ്ലി ആയിരുന്നു. വോളിയും ഏരിയൽ ബോൾസ് അത്ര പെർഫെക്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ പ്രാവശ്യം വോളി ഉള്ളതുകൊണ്ട് അതുകൂടെ പെർഫെക്റ്റ് ആയപ്പോൾ കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ടുണ്ട് ഒബാമയങ്. യൂസ് ചെയ്ത് നോക്ക് ഗൈസ് ഉള്ളവർ. ഫ്രീ കിട്ടുമ്പോൾ അത് യൂസ് ചെയ്ത് നോക്ക്. കിട്ടില്ലായിരിക്കും. എന്താ സ്പീഡും ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഹെഡും ചെയ്യാം. റൈക്കാർഡ്, ഷെൻസ്റ്റേഗർ, ഒബാമയങ്, ബാറ്റിസ്റ്റൂട്ട, ഡബിൾ ടച്ച്. എൻ്റെ മോനെ ഇത് പോരാത്. എൻ്റെ മോനെ സ്ട്രൈക്കേഴ്സിലൊക്കെ ഒരു ഹെഡിച്ചിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ പ്രശ്നമാണ്, ആർക്കറിയാം. വാൻഡൈക്ക്, ഷെൻസ്റ്റേഗർ, ഫോക്സ് എന്ന പോസ്റ്റ് പ്ലേ സ്റ്റൈലൊക്കെ കുറച്ച് നല്ലോണം കളിക്കുന്നതെങ്കിൽ തോന്നിയിട്ട് ഏരിയ എബിലിറ്റീസ് കൂടിയപ്പോഴേ ഒബാമയങ് ഏത് റണ്ണ മോനെ ഒബാമയങ് ഓക്കെ നൈസ്. കാരണം എനിക്ക് കൊള്ളി കളിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ്. ബസ് സൈറ്റിങ് ഏകദേശം വൈബ് കിട്ടുന്നുണ്ട്. ഒബാമയങ് ഓക്കെ. ബാറ്റിസ്റ്റൂട്ട കിട്ടിയിട്ടുണ്ട്. ബാറ്റിസ്റ്റൂട്ട കട്ട് ചെയ്യാം. എടാ ഔട്ട് സൈഡ് കളർ ഇവൻ്റെ ഔട്ട് സൈഡ് കളർ യൂസ് ചെയ്യാത്തവർ. ഓ കിളി നൈസ് മുത്തേ. മെസ്സിയാണ്. മെസ്സി എടുക്കടാ. റൈക്കാർഡ് നൈസ്. ഓക്കെ ഫിഗോ നല്ല ഓപ്പൺ കിട്ടിയിട്ടുണ്ട്. നല്ല നൈസ് ഉണ്ട്. ഒബാമയങ് ഡബിൾ ടച്ച്. എടാ എന്തത് ലോ സ്ക്രീമറോ? എന്താ മോനെ അടങ്ങ് പൊടിക്കടങ്ങ്. എന്താ പ്രശ്നം എൻ്റെ? എടാ ബ്ലിസ് കളർ പാറ്റും അടിക്കുന്നു, ലോ സ്ക്രീമർ ഒബാമയങ് അടിക്കുന്നത്. എന്തെന്നാ ഓരോ ബഗ്ഗായിട്ട് വെച്ചേക്കൂ. ബഗ് ആടെക്കട്ടെ. അടിപൊളി സാധനം. ഏതാണ് പെർഫോമൻസ് എല്ലാം കിട്ടുന്നുണ്ട്. ഒബാമയങ് അടുത്തത് ഒബാമയങ് ഹട്ടക്കടി. ഒബാമയങ് അതാണ് സാധനം. പ്രത്യേക ഫീലിംഗ് കഴിച്ച് കളിപ്പിക്കുമ്പോൾ. പുള്ളി അനുസരിച്ച് പോയെന്ന് തോന്നുന്നു. ഓക്കെ അപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട് കേസ്. അടുത്ത മാച്ചും എല്ലായിട്ട് കുറേ ഒന്നും കളിക്കാൻ വന്നില്ല. 500 റേറ്റിംഗ് പെട്ടെന്ന് അടിച്ചിട്ടുണ്ട്. 124. ഇനി ബാക്കി നാളെ കളിക്കാം. എന്തായാലും ഒബാമയങ് രക്ഷയില്ല കേസ്. ഞാൻ പറയാം. ഇപ്പോൾ പാറ്റോ ഓൾറെഡി അടിപൊളിയാണ്. ഒബാമയങ് വേറൊരു ലെവൽ തന്നെ ആയിരിക്കും ഈ ഒരു വെർഷനിൽ വന്നപ്പം. ആ വോളിയും കൂടെ ഒക്കെ വന്നപ്പം കുറേ ഗോൾസ് അടിച്ചു. ഒരു കളി തന്നെ 2-3 ബൈസിക്കിളും സീസറൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നാളെ കാണാം ഗൈസ്. അപ്പോൾ ബൈ.